Welcome to Part 6 video lecture of Software Engineering Module 1. In this video lecture, Sdlc is covered. Sdlc System Development Life Cycle. Sdlc is a structured step-by-step approach for developing information systems. ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചേർഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് ആണ് SDLC. The typical activities in SDLC include determining budgets, gathering business requirements, designing models, and writing user documentation. SDLCയുടെ ആക്ടിവിറ്റീസ് ഇത്രയുമുണ്ട്. ബഡ്ജറ്റ്സ് വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഈ അപ്രോച്ച് കൊണ്ടുള്ള ബെനിഫിറ്റ് ആണ്, അല്ലെങ്കിൽ അതിനകത്തൊരു ആക്ടിവിറ്റിയാണ്. യൂസറിൽ നിന്ന് റിക്വയർമെന്റ്സ് ഗ്യാദർ ചെയ്യാം, മോഡൽസ് ഡിസൈൻ ചെയ്യാം, യൂസർ ഡോക്യുമെന്റേഷൻസ് പ്രിപ്പയർ ചെയ്യാം. SDLC Software Development Life Cycle is a process used by the software industry to design, develop, and test high quality softwares. SDLC പോലത്തെ ഒരു അപ്രോച്ച് യൂസ് ചെയ്താലുള്ള ഗുണം, ഒരു സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്താലുള്ള ഗുണം, you can design a good quality software, develop a good quality software, and test high quality software. SDLC aim to produce high quality software that meets or exceeds customer expectation and reaches completion within time and cost estimate. The aim of SDLC ഇത്രയുള്ളൂ, high quality software produce ചെയ്യുക, അതും ടൈംലി മാനറിൽ കസ്റ്റമർക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യുക. എന്നാൽ ബഡ്ജറ്റ് എക്സീഡ് ചെയ്യാനും പാടില്ല. മിനിമം കോസ്റ്റ് എസ്റ്റിമേഷനിൽ ഹൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർ ടൈംലി പ്രിപ്പയർ ചെയ്യാനാണ് ഈ ഒരു SDLCയുടെ എയിം. The system development life cycle has 7 phases. SDLCയുടെ 7 phases ഉണ്ട്. ആ ഫേസസിന്റെ പേരാണ് ഇവിടെ പറയുന്നത്. They are planning, analysis, design, development, testing, implementation, and maintenance. Here, each phase is summarized. Planning. The main activities done in the planning phase are: it will define the system to be developed, set the project scope, objectives of project set ചെയ്യും, develop the project plan, എപ്പോൾ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യണം, എപ്പോൾ കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യണം, എത്ര ബഡ്ജറ്റിൽ വേണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും. Analysis will gather business requirement, will gather information from customers. Design the technical architecture, design system models. നമുക്ക് കോഡിങ്ങിന് വേണ്ട ടെക്നിക്കൽ സൈഡും ഡിസൈൻ ചെയ്യും, അതേപോലെ ചെറിയ ചെറിയ സിസ്റ്റം മോഡൽസും ഡിസൈൻ ചെയ്യും. ഡെവലപ്മെന്റ്, ബിൽഡ് ടെക്നിക്കൽ ആർക്കിടെക്ചർ, ബിൽഡ് ഡേറ്റാബേസ് ആൻഡ് പ്രോഗ്രാംസ്. കോഡിംഗ് ചെയ്യുന്നതാണ് ഡെവലപ്മെന്റ് എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത്. ടെസ്റ്റിംഗ്, റൈറ്റ് ടെസ്റ്റ് കണ്ടീഷൻസ്, പെർഫോം ടെസ്റ്റിംഗ്. ഒരു ടെസ്റ്റിംഗ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ബാങ്കിൽ ബാലൻസ് ലെസ് ദാൻ 0 ആണെങ്കിൽ വിഡ്രോവൽ സമ്മതിക്കരുത്. അപ്പൊ അങ്ങനത്തെ കണ്ടീഷൻസിനെ ബേസ് ചെയ്ത് വേണം എപ്പോഴും ടെസ്റ്റിംഗ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണ്ടോ എന്നൊക്കെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടി വരിക. അപ്പൊ അതാണ് ടെസ്റ്റ് കണ്ടീഷൻസ് എഴുതുക, then പെർഫോം ടെസ്റ്റിംഗ്. ഇംപ്ലിമെന്റേഷൻ, റൈറ്റ് യൂസർ ഡോക്യുമെന്റേഷൻ ആൻഡ് പ്രൊവൈഡ് ട്രെയിനിങ് ടു യൂസർ. ഇംപ്ലിമെന്റേഷൻ സൈഡിൽ ഡോക്യുമെന്റേഷൻസും പ്രിപ്പയർ ചെയ്യണം, ട്രെയിനിങ്ങും കൊടുക്കണം. Maintenance, build a help desk, support system changes. കസ്റ്റമേഴ്സിന് വേണ്ട ഹെൽപ്പ് ഡെസ്ക് ആണ് അവിടെ ബിൽഡ് ചെയ്യുന്നത്. അതേപോലെ അവർക്ക് ലോങ് റണ്ണിൽ സിസ്റ്റത്തിന് വേണ്ട സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. SDLC phases diagrammatically can be represented like this: planning, analysis, design, development, testing, implementation, maintenance. Then we'll see the phase 1, planning. In planning phase involve determining a solid plan for developing your information system. നമ്മളുടെ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ട ഒരു സോളിഡ് പ്ലാൻ ഇവിടെ ഡെവലപ്പ് ചെയ്യും.
Three primary planning activities are planning ചെയ്യുന്ന മൂന്ന് main activities ആണ് പറയുന്നത്. First one, define the system to be developed. നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സിസ്റ്റത്തെ കുറിച്ചൊരു ഡെഫിനിഷൻ പറയാം. Critical success factor, a factor simply critical to your organization success. നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിന്റെ സക്സസ് റേറ്റ് അത് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ. സോ ഈ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ ഗുഡ് ആണെങ്കിൽ ഓർഗനൈസേഷന്റെ സക്സസ് ഗുഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. Then set up the project scope. സെക്കൻഡ് ആക്ടിവിറ്റി ആണ് പ്ലാനിങ്ങിൽ പ്രൊജക്ട് സ്കോപ്പ് സെറ്റ് ചെയ്യുക. പ്രൊജക്ടിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് അതാണ് പ്രൊജക്ട് സ്കോപ്പ്. ക്ലിയർലി ഡിഫൈൻസ് ഹൈ ലെവൽ സിസ്റ്റം റിക്വയർമെന്റ്സ്. വാട്ട് ആർ ദ മേജർ സിസ്റ്റം റിക്വയർമെന്റ്സ് എന്ന് ഡിഫൈൻ ചെയ്യാം. Then scope creep occurs when scope of the project increases. Then feature creep occurs when the developers add extra features that were not the part of initial requirement. Project scope document, a written document of project scope and is usually no longer than a paragraph. അപ്പോൾ പ്രൊജക്ട് സ്കോപ്പ് സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രൊജക്ട് സ്കോപ്പ് സെറ്റ് ചെയ്യുമ്പോൾ ചില പ്രൊജക്ടിനെ കുറിച്ചുള്ള ഒരു ഹൈ ലെവൽ റിക്വയർമെന്റ് ക്ലിയർലി ഡിഫൈൻ ചെയ്യണം. അതിനെ പ്രൊജക്ട് സ്കോപ്പ് എന്ന് പറയാം. ഇനി സ്കോപ്പ് ഇൻക്രീസ് ചെയ്യുമ്പോഴുള്ള ഒരു സിറ്റുവേഷനാണ് സ്കോപ്പ് ക്രീപ്പ് എന്ന് പറയുന്നത്. ഫീച്ചർ ക്രീപ്പ് എന്ന് പറയുമ്പോൾ ഡെവലപ്പേഴ്സ് പറയുകയാണ് നമ്മൾ ഇനീഷ്യലി ഇത്ര റിക്വയർമെന്റ്സ് ആണ് പറഞ്ഞായിരുന്നു, ബട്ട് ഡെവലപ്പേഴ്സ് മോർ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ മോർ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുമ്പോഴുള്ള ആ ഒരു സിറ്റുവേഷൻ അതിനെയാണ് ഫീച്ചർ ക്രീപ്പ്. അല്ലെങ്കിൽ ഫീച്ചർ ക്രീപ്പ് occurs when developers add more extra features. ഇത് കഴിഞ്ഞാൽ ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യും. പ്രൊജക്ട് സ്കോപ്പിന്റെ ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യും. അതിൽ കൃത്യമായി പ്രൊജക്ട് സ്കോപ്പ് ഡിഫൈൻ ചെയ്യും. Then develop the project plan including task, resources and time frame. Project plan well defined ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യും. The project plan defines what, when, who, questions of system development, ആർക്ക് വേണ്ടിയാണ് പ്രൊജക്ട്, എപ്പോഴത്തേക്കാണ് പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യേണ്ടത്, അതേപോലെ who are the major beneficiaries of the project, ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യും. Then there will be a project manager who is an individual and who is an expert in project planning and management, defines and develops the project plan and tracks the plan to ensure all key project milestones are completed on time. നമ്മൾ ഈ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നു, ആ പ്ലാനിനെ മാനേജ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ വേണം. ആ ഇൻഡിവിജ്വൽ ആണ് പ്രൊജക്ട് മാനേജർ. ആൻഡ് ഈ പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ there will be some project milestones which represent key dates for which you need a certain group of activities to be performed. ഇന്ന ഡേറ്റിനുള്ള ഇത്രയും ആക്ടിവിറ്റീസ് പെർഫോം ചെയ്തിരിക്കണം. അങ്ങനെയുള്ള കുറച്ച് കീ ഡേറ്റ്സിനെയാണ് പ്രൊജക്ട് മൈൽസ്റ്റോൺസ് എന്ന് പറയുന്നത്. ആ മൈൽസ്റ്റോണിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാൽ അതിന്റെ അർത്ഥം പ്രൊജക്ട് ഇസ് കംപ്ലീറ്റിംഗ് ഓൺ ടൈം എന്നാണ്. അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഡേ കഴിഞ്ഞിട്ടും ആ ഒരു മൈൽസ്റ്റോൺ റീച്ച് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അതിന്റെ അർത്ഥം വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം എന്നാണ്. Sample plan that is prepared. The next phase is analysis phase. In the analysis phase, end users and IT specialists work together to gather, understand and document the business requirements for the proposed system. നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സിസ്റ്റത്തിനെ കുറിച്ചുള്ള റിക്വയർമെന്റ്സ് ഗ്യാദർ ചെയ്യുന്ന ഒരു ഫേസിനെയാണ് അനാലിസിസ് ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി എൻഡ് യൂസേഴ്സ് അതായത് കസ്റ്റമേഴ്സും IT സ്പെഷ്യലിസ്റ്റും ഒരുമിച്ച് വർക്ക് ചെയ്യണം. Then two primary activities are done in this analysis phase. First one is to gather the business requirement. And what do you mean by the business requirement? The detailed set of knowledge worker request that the system must meet in order to be successful. കസ്റ്റമർ സൈഡിൽ നിന്ന് അവർ ആവശ്യപ്പെടുന്ന ഫീച്ചേഴ്സ്, ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടായാലാണ് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആകുക എന്ന് പറയുന്ന ആ സെറ്റ് ഓഫ് നോളജിനെയാണ് അല്ലെങ്കിൽ ആ സെറ്റ് ഓഫ് റിക്വയർമെന്റ്സിനെയാണ് ബിസിനസ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ജോയിന്റ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്. നോളജ് വർക്കേഴ്സ് and IT specialists meet
sometimes for several days, to define or review business requirements for the system. So ഇങ്ങനെ ഒരു ബിസിനസ് റിക്വയർമെന്റ് ഗ്യാദർ ചെയ്യാൻ വേണ്ടി ഒരു ജോയിന്റ് വർക്ക് നടക്കണം എൻഡ് യൂസേഴ്സും IT സ്പെഷ്യലിസ്റ്റും കൂടി. അപ്പോൾ അവര് IT സ്പെഷ്യലിസ്റ്റ്, എൻഡ് യൂസേഴ്സ്, പിന്നെ കുറച്ച് നോളേജ് വർക്കേഴ്സ് ഉണ്ട്. ഇതിനെ കുറിച്ച് നല്ല ബേസിക് നോളേജ് ഉള്ള കുറച്ച് ആളുകൾ. അവർ വളരെ ഫ്രീക്വന്റ് ആയിട്ട് മീറ്റ് ചെയ്യും, അല്ലെങ്കിൽ സെവറൽ ഡേയ്സ് മീറ്റ് ചെയ്യും. അതിനുശേഷം ഈ റിക്വയർമെന്റ്സിനെ കുറിച്ച് വെൽ സ്റ്റഡീഡ് ആകും, അത് നന്നായിട്ടൊന്ന് ഡിഫൈൻ ചെയ്യും. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് JAD അല്ലെങ്കിൽ ജോയിന്റ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത്. The second one is prioritize the requirements. ഒത്തിരി റിക്വയർമെന്റ്സ് ചിലപ്പോൾ കസ്റ്റമേഴ്സ് പറയും, ഇതിൽ ചിലത് വളരെ ഹൈ പ്രയോറിറ്റി ഉള്ളതും ചിലത് ലോ പ്രയോറിറ്റി ഉള്ളതോ. സോ ബേസ്ഡ് ഓൺ പ്രയോറിറ്റി ഈ റിക്വയർമെന്റ്സിനെ പ്രയോറിറ്റൈസ് ചെയ്യാം. Requirements definition document is prepared where the priorities are given to few requirements and less priorities are given to some other requirements. So what is the content of requirements definition document? It prioritizes the business requirements and places them in a formal comprehensive document. ഈ ബിസിനസ് റിക്വയർമെന്റ്സിനെ എല്ലാം പ്രയോറിറ്റൈസ് ചെയ്യും, അതിനുശേഷം അതിനെ ബേസ് ചെയ്തൊരു ഫോർമൽ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യും. ആ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പിനെയാണ് റിക്വയർമെന്റ്സ് ഡെഫിനിഷൻ ഡോക്യുമെന്റ്, അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെന്റിനെയാണ് റിക്വയർമെന്റ്സ് ഡെഫിനിഷൻ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് ചെയ്യുന്നത്. സോ നോർമലി ആഫ്റ്റർ an analysis phase ഇങ്ങനെ ഒരു ഗ്രാഫ് ഒക്കെ വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. The next phase is design phase. Here we will build a technical blueprint of how the proposed system will work. Proposed systemത്തിനെ കുറിച്ചുള്ള ഒരു ഡിസൈൻ പ്രിപ്പയർ ചെയ്യും. ആ ഡിസൈനെയാണ് ടെക്നിക്കൽ ടീം പ്രിപ്പയർ ചെയ്യുന്ന ആ ഡിസൈനെയാണ് ടെക്നിക്കൽ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. അതായത് ആക്ച്വൽ മോഡൽ അല്ല, ഒരു ഡമ്മി മോഡൽ. So the two principal activities during the design phase are design the technical architecture. ഒരു technical architecture design ചെയ്യണം. And what is technical architecture? Technical architecture defines the hardware, software and telecommunication equipment required to run the system. ഒരു സിസ്റ്റം റൺ ചെയ്യാൻ വേണ്ട ഹാർഡ്വെയറിനെയും സോഫ്റ്റ്വെയറിനെയും ടെലികമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്സിന്റെയും റിക്വയർമെന്റ്സിനെയാണ് ടെക്നിക്കൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. Then they will start designing system models. And what is done during modeling? The activity of drawing a graphical representation of design. നമ്മൾ ഫ്ലോ ചാർട്ട് ഒക്കെ വരയ്ക്കുന്ന പോലെ എന്തെങ്കിലും ഒരു ഡ്രോയിങ് ആകാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിന് ഒരു ഡമ്മി മോഡൽ ആകാം. It will have some graphical user interface. Then GUI screen design, input screen ഇങ്ങനെ ആയിരിക്കണം, ഔട്ട്പുട്ട് സ്ക്രീൻ ഇങ്ങനെ ആയിരിക്കണം. അങ്ങനത്തെ ഡിസൈനിങ് ഒക്കെ ആണ് ഈ ഡിസൈനിങ് സിസ്റ്റം മോഡൽസ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയിൽ ചെയ്യുന്നത്. ഗ്രാഫിക്കലി ആ പ്രൊജക്റ്റിനെ റെപ്രസെന്റ് ചെയ്യുക. നെക്സ്റ്റ് phase is development phase. Development phase take all of our detailed design documents from the design phase and transform them into an actual system. Development phase ലാണ് ആക്ച്വലി കോഡിംഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡേറ്റാബേസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന തുടങ്ങുന്നത്. അപ്പൊ ഇതിനു മുമ്പ് പല ഡോക്യുമെന്റ്സ് റിക്വയർമെന്റ്സ് ഗ്യാദർ ചെയ്തപ്പോൾ ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഡിസൈനിങ്ങിൽ പല ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ എല്ലാ ഡോക്യുമെന്റ്സിൽ നിന്നും ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് നമ്മളൊരു ആക്ച്വൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പോകുകയാണ്. The two primary development activities are build the technical architecture, build database and program. Technically നമ്മൾ കോഡ് ചെയ്ത് തുടങ്ങും, ടെക്നിക്കൽ ആർക്കിടെക്ചർ ബിൽഡ് ചെയ്യാൻ തുടങ്ങും. അതേപോലെ ചിലപ്പോൾ ചെറിയ ഹാർഡ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ടി വരും, അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അതേപോലെ ഡേറ്റാബേസും പ്രോഗ്രാംസും ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഇതിന് IT സ്പെഷ്യലിസ്റ്റിന്റെ ഇൻവോൾവ്മെന്റ് വളരെയധികം വേണം ഈ ഒരു ഫേസിൽ. Both these activities are mostly performed by IT specialists. The next phase is testing phase. Testing phase verifies the system works and meets all of the business requirements defined in the analysis phase. Analysis phase ൽ പറയുന്നത് ഇന്ന ബിസിനസ് റിക്വയർമെന്റ്സ് ആണ് ഡിഫൈൻ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ഫേസിനെയാണ് ടെസ്റ്റിംഗ് ഫേസ് എന്ന് പറയുന്നത്.
ഇവിടെയും two primary activities are done. One is writing test condition. Test condition is a detailed steps the system must perform along with the expected results of each step. ഇന്ന സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഇന്ന ഔട്ട്പുട്ട് കിട്ടണം എന്ന് പറഞ്ഞ് എഴുതുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ if this test is done we will get this result എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റെപ്രസെന്റേഷനെയാണ് ടെസ്റ്റ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ what are the conditions and what are the results ഇതിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് നോട്ട്. Then perform testing. ഇതിനുശേഷം നമുക്ക് ടെസ്റ്റിംഗ് പെർഫോം ചെയ്യാം. പല ടെസ്റ്റിംഗ് ചെയ്യാം. ഫ്യൂ ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് ഇവിടെ പറയുന്നത്. either ഓരോ മൊഡ്യൂൾ ബൈ മൊഡ്യൂൾ ടെസ്റ്റ് ചെയ്യാം. അതാണ് ടെസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഓഫ് കോഡ് which is called unit testing. Verifies the units of code function correctly when integrated. നമ്മൾ ഈ ഓരോ യൂണിറ്റ് ബൈ യൂണിറ്റ് ടെസ്റ്റ് ചെയ്തു, അത് സക്സസ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്, അതിനൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുക, അതാണ് സിസ്റ്റം ടെസ്റ്റിംഗ്. Integration testing verifies separate system work together. പല സിസ്റ്റംസും ഇന്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ആകുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാം. Then user acceptance testing determine if the system satisfies business requirements എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് user acceptance testing എന്ന് പറയുന്നത്. Testing we can see in detail later. Just ഇത്രയും കുറച്ച് കോമൺ ടെസ്റ്റിംഗ് മെത്തേഡ്സ് ആണ് ഇവിടെ plot out ചെയ്തിരിക്കുന്നത്. The next is implementation phase. Implementation phase distribute the system to all of the knowledge workers and they begin using the system to perform their everyday jobs. ഇപ്പോൾ implementation phaseൽ നമ്മളുടെ സിസ്റ്റം കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്തു, ഇനി അത് കസ്റ്റമർ യൂസ് ചെയ്യാൻ പോകുകയാണ്. So implementation phaseൽ ചെയ്യുന്ന two major activities are write detailed user documentation. ഒരു യൂസർക്ക് ഒരു ഹെൽപ്പ് ഫയൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം, അതാണ് മെയിൻലി യൂസർ ഡോക്യുമെന്റേഷനിൽ പറയുന്നത്. ഹൗ ടു യൂസ് ദ സിസ്റ്റം, അതിനെക്കുറിച്ചൊരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുക. ആ ഡോക്യുമെന്റിനെയാണ് യൂസർ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. Then provide training for the system users. ഒരു ഓൺലൈൻ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ 1 week ട്രെയിനിങ് ഒക്കെ കൊടുക്കാം, ക്ലാസ് റൂം ട്രെയിനിങ് പോലത്തെ ഒരു ട്രെയിനിങ് കൊടുക്കാം. ഹൗ ടു യൂസ് ദിസ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് യൂസേഴ്സിന് കൊടുക്കുന്ന ഒരു ട്രെയിനിങ്. either ഇന്റർനെറ്റ് വഴിയാകാം, അല്ലെങ്കിൽ CD-ROM വഴിയാകാം, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ടർ ക്ലാസ് റൂമിൽ പോയിട്ട് കൊടുക്കുന്നതാണ് വർക്ക്ഷോപ്പ് ട്രെയിനിങ്സും കൊടുക്കാൻ പറ്റും. The next, choose the right implementation method. ഇതിൽ ചെയ്യേണ്ട ഒന്നാണ് ഇനി ഹൗ ടു ഇംപ്ലിമെന്റ്, അതിനെക്കുറിച്ച് ഒരു ഗുഡ് സ്റ്റഡി നടത്തണം. either we need to follow parallel implementation, അല്ലെങ്കിൽ plunk implementation, അല്ലെങ്കിൽ pilot implementation, അല്ലെങ്കിൽ phased implementation. കുറച്ച് ടേംസ് ആണ് ഇവിടെ പറയുന്നത്. Parallel implementation means ഓൾറെഡി ഒരു ഓൾഡ് സിസ്റ്റം അവരുടെ കയ്യിലുണ്ട്, പുതിയ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുത്ത സോഫ്റ്റ്വെയർ ഉണ്ട്, ഇത് രണ്ടും പാരലലി സൈമൾട്ടേനിയസ് ആയിട്ട് യൂസ് ചെയ്യുക. Then plunk implementation means പഴയതിനെ അപ്പാടെ ഉപേക്ഷിക്കുക, just use a new one alone. അതിനെയാണ് plunk implementation എന്ന് പറയുന്നത്. Pilot implementation means കുറച്ച് പേര് മാത്രം ആദ്യം ന്യൂ സിസ്റ്റം യൂസ് ചെയ്ത് തുടങ്ങുക, ബാക്കിയുള്ളവർ ഗ്രാജ്വലി ന്യൂ സിസ്റ്റം യൂസ് ചെയ്യാൻ തുടങ്ങുക. ആദ്യം ഇപ്പോൾ ഒരു ഓഫേഴ്സിൽ 10 മെമ്പേഴ്സിനെങ്കിൽ 1 or 2 യൂസ് ചെയ്ത് തുടങ്ങുക, പിന്നെ ഗ്രാജ്വലി നെക്സ്റ്റ് പേഴ്സൺ യൂസ് ചെയ്യാൻ തുടങ്ങുക. Phased implementation means പല phases ആയിട്ട് ന്യൂ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക. Next is the maintenance phase. It is in the maintenance phase that monitor and support the new system to ensure it continues to meet the business goals. Maintenance phase അപ്പോഴും ഒരു സിസ്റ്റം ഹാൻഡ് ഓവർ ചെയ്താൽ പോലും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ ജോബ് കഴിഞ്ഞിട്ടില്ല. മെയിൻ്റനൻസ് ഫേസിൽ അവരിൽ നിന്ന് റിവ്യൂസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇഫ് ദർ ബിസിനസ് ഗോൾസ് ആർ അച്ചീവ്ഡ്, ഇഫ് ദ റിക്വയർമെന്റ്സ് ആർ വർക്കിംഗ് വെൽ എന്ന് പറഞ്ഞ് മോണിറ്റർ ചെയ്യുന്ന ഒരു ഫേസിനെയാണ് മെയിൻ്റനൻസ് ഫേസ് എന്ന് പറയുന്നത്. And the two primary maintenance activities are built a help desk to support the system users. ആ സിസ്റ്റം യൂസ് ചെയ്യുന്ന യൂസേഴ്സിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഹെൽപ്പ് ഡെസ്ക് ബിൽഡ് ചെയ്യാം.
a group of people ഒന്ന് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ ക്വയറീസിന് അല്ലെങ്കിൽ അവരുടെ ക്വസ്റ്റ്യൻസിന് റെസ്പോണ്ട് ചെയ്യാം. Then provide an environment to support system changes. ഇനി എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ ആ ചേഞ്ചസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു എൻവയോൺമെന്റും ഒരു സപ്പോർട്ടും കൊടുക്കുക. So these are done in the maintenance phase. Thank you. In this lecture, the 7 various phases of SDLC is being covered.